മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചൊടിക്കുന്നത് കരുതില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട MLA പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർ എഞ്ചിൻ വരുവാന്ന് അദ്ദേഹം വിചാരിച്ചേ. ഞാനും പേടിച്ചു പോയി. കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചുകൊണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്ന് എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോൺ അടിച്ചുകൊണ്ട്. ഇതിനകത്ത് ഇത്രയും ഹോൺ അടിക്കേണ്ട കാര്യം ഒരു ബസ് സ്റ്റോപ്പല്ലേ, ബസ് സ്റ്റാൻഡിനകത്തല്ലേ? നിങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു. ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന MLA തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചു. ഇതെന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത്, എന്തെങ്കിലും ബ്രേക്ക് വല്ലതും പോയി വരികയാണോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇവിടെ പറയാൻ. ഇത്രയും ജനപ്രതിനിധികളും ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും കൂടിയിരിക്കുന്നിടത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കേണ്ടതില്ല. റോഡിൽ അപ്പോൾ എന്തായിരിക്കും? ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാൻ പുറത്തെന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത്? നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നടത്തിയിട്ടേ ഇറങ്ങാവൂ എന്ന് ചിന്തിക്കുന്ന ആളാണ്. പണ്ട് നമ്മുടെ മലയാളം പാഠപുസ്തകത്തിൽ ഒരു പാഠമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പാഠപുസ്തകത്തിൽ ഈ പാഠം ഇല്ലാത്തതിൻ്റെ കുഴപ്പമുണ്ട്. ആ പാഠപുസ്തകത്തിന്റെ തലക്കെട്ടിട്ടിരിക്കുന്ന മുതിർന്ന പലർക്കും അറിയാം. അധ്യാപകരായിരുന്നവരുണ്ട് പഠിച്ചിട്ടുള്ള ആ കാലത്ത്. അസാധ്യമായി ഒന്നുമില്ല എന്നൊരു പാഠഭാഗം കേരള പാഠാവലിയിൽ പഠിക്കാനുണ്ടായിരുന്നു. അസാധ്യമായി ഒന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന പാഠം. പക്ഷെ ആ പാഠം എടുത്തു കളഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെയും യുവാക്കളുടെയും നാട്ടുകാരുടെയും വിചാരം ഒന്നും സാധ്യമല്ല എന്നാണ്. ആ പാഠഭാഗം എന്ന് പറയുന്നത് അസാധ്യമായ ഒന്നുമില്ല, ശ്രമിച്ചാൽ, കഷ്ടപ്പെട്ടാൽ, ബുദ്ധി ഉപയോഗിച്ചാൽ, കഠിനാധ്വാനം ചെയ്താൽ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. മലയാള പാഠാവലി, കേരള പാഠാവലിയാണ്. പക്ഷെ പിന്നീട് അത് എടുത്തു കളഞ്ഞു. എന്തുകൊണ്ടോ ആരോഗ്യ ബുദ്ധി ഉപയോഗിച്ച് എടുത്തു കളഞ്ഞതിന് ശേഷം നമ്മുടെ ധാരണ ഒന്നും നടക്കുകയില്ല. പൊതുവിൽ നമ്മുടെ ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നതും ആത്മഹത്യയിലേക്ക് പോകുന്നതും സമനില തെറ്റുന്നതും മാനസിക നില തെറ്റുന്നതും എല്ലാം എങ്ങനെയാണ്? എൻ്റെ ആവശ്യങ്ങൾ, എനിക്ക് വരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമില്ല, എനിക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു പരിഹാരം കാണാൻ കഴിയുകയില്ല എന്നുള്ള മനസ്സിൻ്റെ ദൗർബല്യ അവസ്ഥയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൊച്ചുകുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം എനിക്കുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം, അതിനെ അഭിമുഖീകരിക്കാനോ ആ പ്രശ്നത്തെ അതിജീവിക്കാനോ എനിക്ക് കഴിയില്ല എന്നുള്ള വിശ്വാസക്കുറവ്. ആ വിശ്വാസക്കുറവ് വരുന്നത് നമ്മൾ അവസാനിക്കുന്നത്. നമ്മൾ വിചാരിച്ചാൽ നടക്കും. ആന്റണി ജോൺ ഇത് വേണമെന്ന് ആഗ്രഹിച്ചു, അദ്ദേഹം നടപ്പിലാക്കി. ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ പല പല ഏജൻസികളെ ഇതിൻ്റെ പണി ഏൽപ്പിക്കുക, അവർ ചെയ്യാതെ പോവുക, അവർ ചില സബ് കോൺട്രാക്ട് കൊടുക്കുക, ഇതുകൊണ്ട് KSRTC പൊറുതി പോകും. ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ KSRTCക്ക് ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു CMD ശ്രീ പ്രമോദ് ശങ്കറിനെ നിയമിക്കുകയാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, നമ്മളിനി ഒരു പണിയും വേറെ കൊടുക്കുന്നില്ല, PWD ബിൽഡിങ്സിനെ കൊണ്ട് ചെയ്യിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനായ PWD മന്ത്രി ശ്രീ റിയാസുമായി ഞങ്ങൾ ദീർഘമായ ചർച്ചകൾ നടത്തി. അവസാനം എടുത്ത ഒരു പ്രധാന തീരുമാനം എന്ന് പറയുന്നത്, ഇനി KSRTCയുടെ എല്ലാ പ്രധാന വർക്കുകളും PWD ബിൽഡിങ്സിനെ കൊണ്ട് ചെയ്യിക്കും. മാത്രമല്ല അത് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു, ഇനി KSRTCയിൽ വർക്ക് ചെയ്യുന്നതിന് ഒരു 8% സെന്റേജ് ചാർജ് എല്ലാ കമ്പനികൾക്കും, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, ഇങ്ങനെ യാതൊരു ബന്ധമില്ലാത്ത കമ്പനികൾ കൊടുത്തിരുന്നു. ഇനി അതുണ്ടായിരിക്കില്ല. PWD KSRTCക്ക് വേണ്ടി കെട്ടിടങ്ങൾ, സർക്കാർ കെട്ടിടം എന്ന നിലയിൽ നിൽക്കും. അതിന് സെന്റേജ് ചാർജ് വരേണ്ടതില്ല. 1 കോടി രൂപ അനുവദിച്ചാൽ അതിൽ 8 ലക്ഷം രൂപയും സെന്റേജ് ചാർജ് 8-9 ലക്ഷം രൂപ വരെ സെന്റേജ് ചാർജായി പല പല കമ്പനികൾ, പല പല ഏജൻസികൾ കൊണ്ടുപോകുമായി. ഇന്നതില്ല. 1 കോടി അനുവദിച്ചാൽ അതിൽ 18 ലക്ഷം രൂപ GST പോകുന്ന ഒഴിച്ചാൽ ബാക്കി പണം മുഴുവൻ ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബസ് സ്റ്റേഷനുകളുടെ നിർമ്മാണം നടത്തുന്നത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഈ ഒരു കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ ഒരു 6 മാസങ്ങളിൽ നമ്മൾ ഒരുക്കിയെടുത്തതാണ്. കൊട്ടാരക്കര പ്രധാന ബസ് സ്റ്റേഷൻ എല്ലാം പണി, ഈ ബസ് സ്റ്റേഷൻ പണി പൂർത്തിയായി. അപ്പൊ ആന്റണി എന്നോട് പറഞ്ഞു, ചേട്ടൻ വന്നതിന് ശേഷം ഇത് PWD ഏൽപ്പിച്ച് നന്നായി. കാരണം MLA മാർക്ക് PWD ഏൽപ്പിക്കുന്നതാണ് നല്ലത്. കാരണം MLA മാർ എല്ലാ മാസവും PWD മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. ഏതൊക്കെ റോഡിന്റെ പണി നടക്കുന്നു, ഏതൊക്കെ കെട്ടിടം എന്തായി എന്നൊക്കെ നോക്കുന്ന ഒരു MLA മാർ അധ്യക്ഷരായ ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഞാനിത് കൊടുക്കാൻ കാരണം ഞാനും ഒരു MLA ആണല്ലോ. അപ്പൊ എന്താണ് എൻ്റെ നാട്ടിൽ നടക്കുന്ന പണി, ബസ് സ്റ്റാൻഡിന്റെ പണി എവിടെ എത്തി, ഇനി എത്ര തീരാനുണ്ട്, എന്ന് തീരും എന്ന് ഉത്തരവാദപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാൻ MLA മാർക്ക് ഞാൻ അവസരം ഉണ്ടാക്കുകയാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, സെന്റേജ് ചാർജ് ഒഴിവായി കിട്ടും. PWD ആകുമ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അവർ കൺസ്ട്രക്ഷൻ നടത്തി പരിചയമുള്ളവരാണ്. അതിന് എക്സ്പേർട്ടായുള്ള എഞ്ചിനീയർമാരുണ്ട്. എല്ലാ സംവിധാനങ്ങളും അവരെയുണ്ട്. ടെൻഡർ ചെയ്യാനുള്ള സംവിധാനം എല്ലാം അവർക്കുണ്ട്. അപ്പൊ അതിന്റെ കൂടെ MLA മാർക്ക് റിവ്യൂ ചെയ്യാൻ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പണി തീരും. പണി തീരാതെ കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല. 82 തുടങ്ങിയിട്ട് 2025 തീർന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. പലരും വരുന്നു, പലരും പണിയാൻ ഒരുങ്ങുന്നു, പൈസ അനുവദിക്കുന്നു, എന്തിനനുവദിക്കുന്ന അറിയില്ല. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഒരു MLA പണം അനുവദിക്കാൻ തയ്യാറാണെങ്കിൽ ആദ്യം ഞങ്ങളോട് സംസാരിക്കണം. ഇതാണ് ഞാൻ പണം അനുവദിക്കുന്നത്, ഇന്ന പണിക്കാണ്, ശരി സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ താമസമില്ല. പ്ലാനൊക്കെ വന്നു കഴിഞ്ഞാൽ KSRTC CMDയുടെ കയ്യിൽ രാവിലെ 10 മണിക്ക് കിട്ടിയാൽ 12 മണിക്ക് മുമ്പ് അതിന്റെ അനുമതി അങ്ങ് നൽകുകയാണ്. 2 മണിക്ക് ഡിസൈൻ വരച്ച് ഗുരുവായൂർ ബസ് സ്റ്റേഷന് വേണ്ടിയുള്ള ഡിസൈൻ വരച്ച് MLA
2 മണിക്ക് എന്നോടൊപ്പം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. മാനേജിംഗ് ഡയറക്ടറും ഉണ്ട്. ഞങ്ങൾ ഒരു 1:30, 12:30, 1 മണിയായപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു ഈ പ്ലാൻ വാങ്ങാൻ ഞാൻ CMD കൊടുത്തു. ഈ പ്ലാൻ വാങ്ങാൻ നിങ്ങൾ എത്ര മണിക്ക് വരും? അപ്പോൾ അദ്ദേഹം പറയുന്നത് 4 മണിക്കുള്ള ട്രെയിനിൽ എനിക്ക് ഗുരുവായൂരേക്ക് പോകണം. 4 മണിക്കാണ് ട്രെയിൻ. ഞാൻ പറഞ്ഞു 2 മണി കഴിഞ്ഞ്. അപ്പോൾ MD ചോദിച്ചു, പറഞ്ഞു 2 മണി കഴിഞ്ഞ് എപ്പോൾ വന്നാലും കൊടുത്തേക്കാന്ന് പറഞ്ഞു. 2 മണി കഴിഞ്ഞാണ് ഇദ്ദേഹത്തിൻ്റെ PA അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഭരണാനുമതി ഒപ്പിട്ട് അപ്രൂവ് ചെയ്ത് CMD കൈ കൊടുക്കുകയാണ്. 4 മണിക്ക് MLA ഈ കടലാസുമായിട്ടാണ് ഗുരുവായൂരേക്ക് പോകുന്നത്. അത്രയും വേഗത്തിലാണ് ഇന്ന് KSRTC കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നും അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന CMD അടക്കമുള്ളവരെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ സുശീൽ ഖന്ന എന്നൊരു വിദഗ്ധനായ വ്യക്തിയെ കൊണ്ട് KSRTC പറ്റി ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ പറയുന്നത് ഈ ബസ് സ്റ്റാൻഡുകളെല്ലാം മാനേജ് ചെയ്യാൻ ATOമാര്, DTOമാര്, പിന്നെ ഡിപ്പോ എഞ്ചിനീയർമാർ, ഇവരെല്ലാം ചെറുപ്പക്കാരായ ആളുകളെ പുതുതായി MBA പഠിച്ചവരെ വയ്ക്കണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഒന്നാണത്. പിന്നെ ഹരീഷ്ണക്കാരെ അവരൊക്കെ അത് കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതാണ് നിർദ്ദേശം. അപ്പോൾ ഇവരതിനെ എതിർക്കുന്നുണ്ട്. വെളിയിൽ നാളിൽ നിന്ന് കൊണ്ടുവരണ്ട, ഇവിടെ ഉള്ളവരെ പ്രൊമോഷൻ പോകുന്നൊക്കെ. പക്ഷെ ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ പറയട്ടെ, അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയാണ്, ഒരു MBAക്കാരനെയും കൊണ്ടുവന്നില്ല, വെളിയിൽ നിന്ന് ആരെയും വെച്ചതുമില്ല. ഇവിടെയുള്ള മിടുക്കന്മാർ തന്നെയാണ് ഈ 10 കോടി 19 ലക്ഷം രൂപയുടെ കളക്ഷൻ എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ മോശമാണ് ഇവിടെ ഉള്ളവർ. അവർക്ക് അധികാരമില്ല, അവരെ പണിയെടുക്കാൻ സമ്മതിക്കത്തില്ല, അവരെ ചുമതലകൾ ഏൽപ്പിക്കത്തില്ല, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി. ഇപ്പൊ ടാർഗറ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം 9 കോടി 41 ലക്ഷം രൂപ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത ടാർഗറ്റിനേക്കാളും 4%, അതായത് 104% നേട്ടം കൈവരിക്കാൻ ഇതേ ജീവനക്കാർക്ക് കഴിഞ്ഞു, ഇതേ ATOമാർക്ക് കഴിഞ്ഞു, ഇതേ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞു. ഏതാ സുശീൽ ഖന്ന പറഞ്ഞതുപോലെ ഒരു MBAക്കാരനെ എടുത്തില്ല, മധ്യനിലയിലുള്ള മാനേജ്മെന്റ് മുഴുവൻ മാറ്റിയില്ല, ഒന്നും ചെയ്തില്ല. ചെറുപ്പക്കാരായ ആളുകളെ പ്രൊമോഷൻ കൊടുത്ത് ഈ പോസ്റ്റിൽ വെച്ചു. അവർക്കാണ് ചുമല. വേറെ അപകടമുണ്ട്. അദ്ദേഹം പറഞ്ഞതിലൊരു ശരിയുണ്ട്. സുശീൽ ഖന്ന പറഞ്ഞതിലൊരു ശരിയുള്ളതെന്ന് വെച്ചാൽ പലപ്പോഴും പ്രൊമോഷൻ കിട്ടി DTO ആയി വരും. DTOക്കാണ് ബസ് സ്റ്റാൻഡിന്റെ ചുമതല. ഈ DTO ആയിട്ട് വരുന്ന ആള് 10-15 ദിവസത്തിനുള്ളിൽ പെൻഷൻ പറ്റും, അല്ലെങ്കിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ പെൻഷൻ പറ്റും. അപ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഞാൻ 3 മാസം കഴിഞ്ഞ് പെൻഷൻ വാങ്ങിക്കാനുള്ളവനാണ്, ഞാനിവിടെ ഒരു കാര്യവും ചെയ്യുന്നില്ല, ചെയ്യാതെ ഇരുന്നെങ്കിൽ 3 മാസം തള്ളി വിട്ടാൽ എനിക്ക് DTOയുടെ ശമ്പളം വാങ്ങിച്ച് പെൻഷൻ പറ്റാം, വെളിയും റിട്ടയർഡ് DTO എന്ന് പറയുകയും ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ വന്നതെല്ലാം ചെറുപ്പക്കാരെ പ്രൊമോഷൻ ചെയ്ത് വെച്ചാൽ അവർക്ക് ഇനി 1.5 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം ഉണ്ട്. അപ്പൊ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവരവർ ജോലി ചെയ്യുന്നു. അതാണ് ഇതിന്റെ റിസൾട്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, നമ്മളതിന് ഉപയോഗിച്ച വഴി വേറെയാണെന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞതുപോലെ ചെറുപ്പക്കാരായ ആളുകളെ ഇവിടെ എല്ലാ ATOമാരും DTOമാരെല്ലാം ചെറുപ്പക്കാരെ വെച്ചപ്പോൾ അവർക്കിനി 3-4 വർഷത്തെ സർവീസ് ഉള്ളവരാണ് ATOമാരും DTOമാരും ഒക്കെ. അവര് ആ ജോലി എടുക്കുന്നു, അപ്പോൾ ഉത്തരവാദിത്തം എടുക്കുന്നു. MD മുതൽ ഇങ്ങോട്ട് മുഴുവൻ ചെറുപ്പക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട് ഇവിടെ. നല്ലത് വല്ലതും പറയുമ്പോൾ ഇവിടെ എത്ര മനോഹരമായിട്ട് ബസ് സ്റ്റേഷൻ നിർമ്മിച്ചത്. നാളെ മുതൽ ഇവിടെ ചപ്പും ചപ്പറും ഇടാനും ഇവിടെ പോസ്റ്റർ ഒട്ടിക്കാനും. ഞാൻ ആദ്യം മന്ത്രിയായി വന്നപ്പോൾ ഇറങ്ങിയ ഉത്തരവ്, മന്ത്രി അടക്കമുള്ള ആരുടെയും പോസ്റ്റർ ബസ് സ്റ്റാൻഡിൽ ഒട്ടിക്കാൻ പാടില്ല. എൻ്റെ പടം ഒട്ടിക്കാൻ വലിച്ചേറി കളയണമെന്നാണ് ഞാൻ പറഞ്ഞത് നിർദ്ദേശം. എൻ്റെ പടം മന്ത്രി എന്ന നിലയിൽ എൻ്റെ പടം ഈ ചുവരിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു മടിയും കൂടാതെ വലിച്ചേറി കളയാം. അത് എൻ്റെ പോളിസിയാണ്. എൻ്റെ പണം ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ചിട്ട് എനിക്ക് മഹാനാവണ്ട എന്നാണ് എൻ്റെ തീരുമാനം. ഞാൻ അങ്ങനെ മഹാനാവേണ്ട ആവശ്യം എനിക്കില്ല. അതിൻ്റെ എന്നെ അറിയുന്നവർ അറിഞ്ഞാൽ മതി, അറിയാത്തവരെ ഉണ്ട്. സിനിമാ നടൻ എന്നുള്ളത് എന്നെ എല്ലാവർക്കും അറിയാം. അത് മതിയല്ലോ, എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബസ് സ്റ്റേഷനുകൾ നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ നല്ല വൃത്തിയായി സൂക്ഷിക്കണം. ഇന്ന് മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി MLAയോടും ഞാൻ പറയുകയാണ്, മുനിസിപ്പൽ ചെയർമാനോടും പറയുന്നു, കൗൺസിലർമാരോടും ചെയർമാൻമാരോടും പറയും, നിങ്ങൾ ഇവിടെ വന്ന് ഇത് വൃത്തിയായിട്ടാണോ കിടക്കുന്നത് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സഹകരിക്കണം. ഇത് ഡെമോക്രസിയാണ്. ഇത് വൃത്തിയാക്കേണ്ടവർ ഇത് വൃത്തിയാക്കുന്നില്ലെങ്കിൽ ചോദിക്കാനുള്ള അധികാരം പഞ്ചായത്ത് മെമ്പർക്കുണ്ട്, മന്ത്രിക്കൊന്നുമല്ല. പഞ്ചായത്ത് മെമ്പർക്കുണ്ട്. ഇത് ഡെമോക്രസിയാണ്, ജനാധിപത്യ രാജ്യമാണിത്. ഇത് നശിക്കുന്ന കാണുമ്പോൾ മിണ്ടാതിരുന്നു കൊള്ളണം. എവിടെയും പറഞ്ഞിട്ടില്ല മിണ്ടായിരുന്നോളണം. ആര് കണ്ടാലും അയ്യോ ആരെയും പിണക്കണ്ട, അടുത്ത ഇലക്ഷൻ വോട്ട് കിട്ടാനുള്ളതുകൊണ്ട് മിണ്ടണ്ട എന്നൊന്നും പറയണ്ട. ഇവിടെ കുറ്റം കണ്ടാൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ധൈര്യസമേതം മന്ത്രി എന്ന നിലയിൽ അറിയിക്കും, ഞാൻ നടപടിയെടുക്കും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. പ്ലാസ്റ്റിക് കുപ്പി എന്ന വണ്ടി റൂമിൽ ഇടരെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു വണ്ടി റൂമിലുണ്ടോ? അതാണ് അച്ചടക്കമുള്ള KSRTC ജീവനക്കാർ. അവർക്കത് കാര്യം മനസ്സിലായി. വെളിയിൽ നിൽക്കുന്ന പലർക്കും മനസ്സിലായില്ല, പക്ഷെ അവർക്ക് മനസ്സിലായി ഇത് വൃത്തികേടാണ്, ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് മനസ്സിലായി. വളരെ പാടിപ്പെട്ടിട്ടാണ് കേരളത്തിലെ ഹരിത കേരള മിഷനുമായിട്ട് നടത്തിയ ഒരു ശ്രമം. ബഹുമാനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ ശുചിത്വ കേരളം, മാലിന്യമുക്ത കേരളം പ്രഖ്യാപിച്ചു. അതിൽ ആദ്യം ചേർന്നത് KSRTC ആണ്. അതിൽ ഏറ്റവും പ്രമുഖമായി പ്രവർത്തിച്ച ഡിപ്പാർട്ട്മെന്റ് KSRTC ആണ്. മാലിന്യ കുപ്പിയിടാൻ സ്ഥലമാണ്. ഇവിടെ എന്താണ് പുതിയ ബസ് സ്റ്റാൻഡാണ്. അവിടെയും പ്ലാസ്റ്റിക് ഇടാനും ജൈവമാലിന്യം ഇടാനും വേണ്ടി പ്രത്യേകം ബോക്സ് വെച്ചിട്ടുണ്ട്. 2000 ബസ്സിലധികം ബസ്സുകളിൽ മാലിന്യം ഇടാനുള്ള ഡസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. പോയി പരിശോധിച്ചോ. 2000-ലധികം വണ്ടികൾ നമ്മൾ സ്പോൺസർഷിപ്പ് കിട്ടിയതാ, വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണും. മാലിന്യം റോഡിലേക്ക് വലിച്ചെറിയേണ്ടത് മാത്രമല്ല, അടുത്ത ഉത്തരവ് വരുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സിൽ നിന്നടക്കം മാലിന്യം പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ പഞ്ചായത്ത് നിയമത്തിൽ പറയുന്ന ശിക്ഷയ്ക്ക് തയ്യാറായിക്കോണം, ഫൈൻ അടിക്കും.
ഒരു പ്രൈവറ്റ് ബസ്സിൽ നടക്കാൻ ഈ മാലിന്യ റോഡിലേക്ക് വലിച്ചെറിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മാലിന്യ റോഡിൽ വലിച്ചെറിയാൻ പാടില്ല. അത് സർക്കാരിന്റെ ഒരു തീരുമാനമാണ്. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുന്നോട്ട് വെച്ച സമ്പൂർണ്ണ ശുചിത്വ മാലിന്യമുക്ത കേരളം എന്ന അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ പങ്കെടുക്കുകയും 84 ഡിപ്പോകളിൽ 83 ഡിപ്പോകളും ഹരിത മിഷന്റെ സർട്ടിഫിക്കറ്റ്, ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. 650 ടൺ മാലിന്യമാണ് KSRTC വർക്ക്ഷോപ്പുകളടക്കം ഉള്ള KSRTCയുടെ പരിസരങ്ങളിൽ നിന്നും KSRTC ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി നിർമ്മാർജ്ജനം ചെയ്ത് എടുത്തു കളഞ്ഞിട്ടുള്ള 650 ടൺ മാലിന്യമാണ്. ചെറിയ സംഖ്യയല്ല, ചെറിയ അളവല്ല. അത്രയും മാലിന്യം KSRTCക്കകത്ത് ഉണ്ടായിരുന്നു. അതാണ് എടുത്തെറിഞ്ഞത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, അത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് പെരുമാറുന്നത്. ബസ്സുകളെല്ലാം കഴുകും. ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യണം, എല്ലാ ബസ്സുകളും കഴുകാനുള്ള ചുമതല കുടുംബശ്രീക്ക് കൈമാറാൻ. കേരളത്തിലെ സ്ത്രീകൾ വളരെ വൃത്തിയോടെയും വെടിപ്പോടെയും കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർ, കുടുംബശ്രീ പ്രവർത്തകർക്ക് KSRTC ബസ്സുകളുടെ വൃത്തിയാക്കാനുള്ള ചുമതലയ്ക്ക് വേണ്ടിയുള്ള അവസാനഘട്ട ചർച്ച കുടുംബശ്രീ ഡയറക്ടറുമായിട്ട് KSRTC CMD നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയുള്ള ബസ്സുകൾ, വൃത്തിയുള്ള ബസ് സ്റ്റേഷനുകൾ. നിങ്ങളിവിടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും ഫാമിലി ആയിട്ടിരിക്കാനുള്ള AC വെയിറ്റിംഗ് റൂം കണ്ടു. KSRTC ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന പരിഷ്കാരമാണ്. ആദ്യം ചെയ്തത് അങ്കമാലിയിലും കോഴിക്കോടുമാണ്, തിരുവനന്തപുരത്ത് 3 സ്ഥലത്താണ് ചെയ്തത്. വൻ വിജയമാണ്. കാരണം സ്ത്രീകൾക്ക് കണ്ണാടി ഇട്ടിരിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ കുറച്ച് അടഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധനം അടയ്ക്കത്തില്ല, മൊത്തം കണ്ണാടി തുറന്നിട്ടിരിക്കും. ഫുൾ ഗ്ലാസ്സാണ്, ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഫുൾ ഗ്ലാസ്സിൽ ഒരു സാധനം ഡിസൈൻ ചെയ്തത്. ആ ഗ്ലാസ്സിനകത്ത് വിവോ കമ്പനിയാണ് സ്പോൺസർ ചെയ്തത്. 5 പൈസ നമുക്ക് ചിലവില്ല. നമ്മുടെ സ്ഥലം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവർ പൈസ, നമുക്കാണ് പൈസ, അതിന്റെ വരുമാനം നമുക്കാണ്. അവർ ജസ്റ്റ് ഒരു സ്പോൺസർഷിപ്പ് ചെയ്തു എന്നുള്ളതല്ല, ഒന്നുമില്ല. ഈ ഗ്ലാസ്സിനകത്ത് ഇരിക്കുമ്പോൾ സ്ത്രീകൾ സുരക്ഷിതരാണ്. ബസ് വരുന്നത് കാണാം. എന്നാൽ അവരവിടെ ഇരിക്കുമ്പോൾ ആരും അവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. അവർ വളരെ സേഫാണ്. അവിടെ മൊബൈൽ ചാർജ് ചെയ്യാം. ഇവിടെയും ലൈബ്രറി വെച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിക്കാം. അങ്കമാലിയിലും ഉണ്ട്, പത്രം വായിക്കാനുള്ള സംവിധാനമുണ്ട്. അത് മാഗസീൻസ് വായിച്ചുകൊണ്ടിരിക്കാം. ഫോൺ ചാർജ് ചെയ്യാം. ബസ് വന്നു കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോയാൽ മതി. ബസ് വരാൻ വൈകിയാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ 20 രൂപ കൊടുത്താൽ മതി. വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്, AC ഇട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സുഖം. യാത്രയിൽ കാത്തിരിപ്പ് വളരെ പ്രധാനമാണ്. അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ പ്രധാനമാണ്. ടോയ്ലറ്റുകൾ മിക്കവാറും മേജർ സ്റ്റേഷനിലെല്ലാം സുലഭം എന്നൊരു ഏജൻസി ഏൽപ്പിച്ചു. ഇപ്പോൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. മലപ്പുറത്ത് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ 2 മാസം മുമ്പ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മനോഹരമാണ്. ഇതുപോലെ തന്നെ വളരെ മനോഹരമായ ബസ് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ചുമ്മാ പറഞ്ഞു, ഒരു 5-6 TV കിട്ടിയിരുന്നെങ്കിൽ ഈ വണ്ടിയുടെ ഇൻഫർമേഷൻ കാണിക്കാമായിരുന്നു. ആ വേദിയിൽ ഇരുന്ന ഒരു വ്യക്തി, അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്യണം. 6 TV അങ്ങ് സ്പോൺസർ ചെയ്തു. മലപ്പുറത്താണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്പ്ലേ വെച്ചത്. ആ ഡിസ്പ്ലേയിൽ നമുക്ക് ശരിക്കും പിന്നെ വണ്ടികൾ എപ്പോൾ, അടുത്ത വണ്ടി എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു കറക്റ്റായിട്ട് കാണാൻ പറ്റും. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞു, അങ്കമാലിയിൽ വന്നു കഴിഞ്ഞു. ഇവിടെ എല്ലാം ഇപ്പോൾ പിടിപ്പിച്ച് കഴിഞ്ഞു. കാരണം വണ്ടി വരുന്നത് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. അത് ആരോടും ചോദിക്കേണ്ട. നിങ്ങൾ എൻക്വയറി കൗണ്ടറിൽ പോയിട്ട് വണ്ടി എപ്പോഴും ചോദിക്കേണ്ട. ചലോ ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. KSRTC ചലോ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് ബസ് ഇവിടെ ഇരിക്കുമ്പോൾ അടുത്ത കോതമംഗലത്തുള്ള ബസ് എപ്പോൾ വരും, എപ്പോഴും പോകും, എല്ലാം കാണാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ മുന്നേറ്റമാണ് KSRTC. ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ KSRTCക്ക് ഈ നിമിഷം എത്ര രൂപ കളക്ഷൻ ഉണ്ട്, എത്ര രൂപ ചെലവുണ്ട്. ഇപ്പോൾ KSRTC ഇന്നത്തെ ദിവസം ഈ സമയത്ത് എത്ര രൂപ നഷ്ടത്തിലോടുന്നു, എത്ര രൂപ ലാഭത്തിലോടുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. KSRTCയുടെ CMDയുടെ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റുന്ന തരത്തിലേക്ക് അടുത്ത സോഫ്റ്റ്വെയർ വരെയാണ്. ഇനി വണ്ടികൾ ഓടുന്ന എല്ലാം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലാണ്. അത് സോഫ്റ്റ്വെയർ വാങ്ങിക്കഴിഞ്ഞു, അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ തിരക്കുള്ള സമയത്ത് കൂടുതൽ വണ്ടികളും, തിരക്കില്ലാത്തപ്പോൾ കുറച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് ഡെഡ് മൈലേജ് കുറയ്ക്കുകയാണ്. KSRTCയുടെ നഷ്ടം. ഞാൻ ഉറപ്പ് പറയുന്നു, ഞാനിതെൻ്റെ മനസ്സിൽ സ്വപ്നം കണ്ട ഒരു ആശയമാണ്. അത് നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്കും ഞാൻ KSRTCയുടെ CMD പ്രമോദ് ശങ്കറിനെ അയച്ചിരുന്നു. പക്ഷെ എവിടെയും ഇല്ല എന്നറിഞ്ഞപ്പോൾ ഈ മനസ്സിൽ തോന്നിയ ആശയം ഞങ്ങളൊരു പരസ്യം ചെയ്തു ഈ ഞങ്ങളുടെ സൈറ്റിൽ. അത് കണ്ടുകൊണ്ട് പല ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ IT വിദഗ്ധരായ കമ്പനിക്കാർ വന്നു. അതിൽ നിന്ന് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്തു. 24 മണിക്കൂറും ഇതിനകത്ത് AI പ്രവർത്തിച്ചുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിനകത്ത്. സോഫ്റ്റ്വെയർ പറയും വണ്ടി എപ്പോൾ ഓടാം. കോതമംഗലത്ത് നിന്ന് പോകുന്ന വണ്ടി എവിടെ വെച്ചാണ്, മൂവാറ്റുപുഴയിൽ വെച്ചാണോ, തൊടുപുഴയിൽ എത്തുമ്പോഴാണോ, എവിടെയാണ് ഈ വണ്ടികൾ വരിവരിയായി പോകുന്നതെന്ന് കണ്ടെത്തി അത് നമുക്ക് അറിയിച്ചു തരും. ഇന്ന പോലെ ആ വണ്ടി പോകരുത്, ഇത്ര കോതമംഗലത്ത് പോകുന്ന വണ്ടി മറ്റേ വണ്ടിയുടെ തൊട്ട് പുറകിൽ പോയിട്ട്. നമ്മൾ തന്നെ പറയാറുണ്ട്, ഇതെന്തോന്നാണ് ഈ KSRTCക്കാർ വരിവരിയായിട്ട് പോവുകയല്ലേ, ചുമ്മാണോ അവന്മാർ നശിക്കുന്നത് നിങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, വരിവരിയായിട്ട് പോകുന്ന വണ്ടി ഈ സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു കോൺവോയ് ബഞ്ചിങ് എന്ന് പറയും, ആ ബഞ്ചിങ് ഒഴിവാക്കാൻ നമുക്ക് പറയും. കോതമംഗലത്ത് പോകുന്ന വണ്ടി 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി, അല്ലെങ്കിൽ മൂവാറ്റുപുഴ ചെല്ലുമ്പോൾ ഇത് ക്ലബ്ബാകും, രണ്ടും കൂടി അടുത്തടുത്ത് പോകും. അങ്ങനെ നമ്മൾ MC റോഡിൽ വരുന്ന വണ്ടികളും NHൽ വരുന്ന വണ്ടികളും അങ്കമാലിയിൽ വരുമ്പോൾ ഒന്നിക്കും. ഇത് രണ്ടും പിന്നെ വരിയായിട്ട് തൃശ്ശൂർ വരെ പോകും. ഇത് മുഴുവൻ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരും. ഉച്ച സമയത്ത് വണ്ടിയിൽ ആളില്ല, അപ്പോൾ ഓടിക്കണ്ടെന്ന് പറയും. അപ്പോൾ എന്താ, ഇവിടുന്ന് എറണാകുളത്ത് പോയ വണ്ടി അവിടെ കിടക്കും. 3 മണിയാകുമ്പോൾ തിരക്കാവും, അപ്പോൾ വീണ്ടും ഓടിച്ചോളാൻ പറയും. ആ സമയത്ത് വണ്ടി കൊണ്ടുപോകും. ഷെഡ്യൂളുകൾ മുഴുവൻ
ഇനി കമ്പ്യൂട്ടറായിരിക്കും ചെയ്യുന്നത്. ജീവനക്കാർ വെറുതെ ഇരുന്നാലും, നമ്മൾ കെ എസ് ആർ ടി സംബന്ധിച്ച് ഒരു കണക്ക് പറയാം, ജീവനക്കാർ വെറുതെ ഇരുന്നാലും കെ എസ് ആർ ടി ലാഭമാണ് വണ്ടി ഓടാതിരുന്നാൽ. ഇപ്പോൾ ഉച്ച സമയത്ത് ജീവനക്കാർക്ക് ജോലി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കേണ്ട. 3 ചിലവാണ് നമുക്ക് വരുന്നത്. ഒന്ന് ജീവനക്കാരുടെ ശമ്പളം, ഏറ്റവും വലിയ ചിലവ് ഡീസൽ, അത് കഴിഞ്ഞാൽ ടയർ, വണ്ടിയുടെ തേയ്മാനം. ഈ ടയർ, വെയർ ആൻഡ് ടയർ എന്ന് പറയുന്ന തേയ്മാനം, വണ്ടിയുടെ തേയ്മാനം, ടയറിൻ്റെ തേയ്മാനം, അത് നമ്മൾ കുറയ്ക്കണമെങ്കിൽ വണ്ടി ആവശ്യമില്ല. അപ്പോൾ ഡ്രൈവറെ ശമ്പളം, കണ്ടക്ടറുടെ ശമ്പളം കൊടുത്ത് അവർ വെറുതെ ഇരുത്തിയാലും ഉച്ചയ്ക്ക് അവർ വെറുതെ അങ്ങ് ഇരിക്കുക. ഇത് ഓടാതിരുന്നാൽ ഡീസലിൻ്റെയും ടയറിൻ്റെയും തേയ്മാനത്തിൻ്റെ കാശ് നമുക്ക് ലാഭിക്കാം. അതൊരു ലാഭമാണ്. അത് കോടിക്കണക്കിനുള്ള ലാഭമാണ് വരാൻ പോകുന്നത്. ഇതിങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ പരിശോധിക്കുക. പരിശോധിച്ചതിൻ്റെ നഷ്ടം കുറച്ച് എല്ലാ ചെലവുകളും, അനാവശ്യമായ എല്ലാ ചെലവും കട്ടിയാണ്. വൈദ്യുതി ബില്ല് തന്നെ എല്ലാ മാസവും, ഇപ്പോൾ എല്ലാ ദിവസവും വൈദ്യുതിയുടെ ഉപയോഗം യൂണിറ്റ് എടുത്ത് മോണിറ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അതിൽ മോണിറ്റർ ചെയ്യും, ഇന്ന് ഇവിടെ എത്ര വൈദ്യുതി ഉപയോഗിച്ചു. ഘട്ടം ഘട്ടമായി ഇനി MLA-മാരെ ഫണ്ടും MP-മാരെ ഫണ്ടും ഉപയോഗിച്ച് എല്ലാ ബസ് സ്റ്റേഷനും സോളാർ പാനൽ വെച്ച് ഇലക്ട്രിസിറ്റി ഉപയോഗം പരമാവധി കുറയ്ക്കും. ഇതൊക്കെ KSRTC നഷ്ടം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പരമാവധി നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ കറണ്ട് ചാർജ് കൊടുക്കുന്ന പൈസ മുഴുവൻ നമുക്ക് ലാഭിക്കാം. അങ്ങനെ നമ്മൾ ഈ ചെലവ് പിടിച്ച് കുറയ്ക്കുകയും വളരെ പണിപ്പെട്ട് വരുമാനം വർദ്ധിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് നിവേദനം എനിക്കത് ഞാൻ തുറന്നു പറയുന്നുണ്ടെന്ന് തോന്നരുത്. പണ്ടൊരു ട്രാൻസ്പോർട്ട് 2001 ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി വന്നു കഴിഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് തന്ന നിവേദനമെല്ലാം അനുവദിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കഴിയില്ല. എന്നോടൊരു പിണക്കവും തോന്നരുത്. എല്ലാം അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ചില കാര്യങ്ങൾ MLA പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞു, മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ സ്വീകരിക്കുകയാണ്. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കും. നവംബർ 10 കൂടി തിരുവനന്തപുരത്ത് നിന്ന് കോതമംഗലത്ത് തിരുവനന്തപുരത്തേക്ക് എയർ കണ്ടീഷൻ പ്രീമിയർ സൂപ്പർ ഫാസ്റ്റ് ഓടിത്തുടങ്ങും. എയർ കണ്ടീഷൻ ചെയ്ത വണ്ടി രാവിലെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകും. തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് അത് തിരിച്ചു വരും. അത് ഇപ്പോൾ തൊടുപുഴ വരെയാണ് വരുന്ന വണ്ടി. അത് കോതമംഗലത്തേക്ക് പുതിയ വണ്ടി ഒരു നവംബർ 10 കൂടി പണിഞ്ഞു കിട്ടും. പുതിയ വണ്ടി വന്നാലുടൻ തന്നെ ഒരു വണ്ടി ഇവിടെ നിന്നായിരിക്കും ആരംഭിക്കുന്നത്. കമ്പം തേനിയിലേക്ക് 2 ബസ്സുകൾ വേണമെന്ന് ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടിരുന്നു. അതിൽ കമ്പം ഫാസ്റ്റ് പാസഞ്ചർ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങും. കോട്ടപ്പുറം വഴി ഗുരുവായൂർ എന്നൊരു പ്രപ്പോസൽ, കോട്ടപ്പടി വഴി ഗുരുവായൂർ എന്നൊരു പ്രപ്പോസൽ പറഞ്ഞു. ഗുരുവായൂർ വരെ ആളെ കിട്ടുമോ എന്ന കാര്യത്തിൽ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സംശയമുണ്ട്. ഏതായാലും KSRTCയുടെ പുതിയ ലിങ്ക് ബസ് ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമതൊരു ലിങ്ക് ബസ് വരും. ആ ബസ് ഈ റൂട്ടിലൂടെ ഗുരുവായൂരേക്ക് ഒരു മാസം ഓടിച്ചു നോക്കും. ഏതെങ്കിലും കാരണവശാൽ ഗുരുവായൂരേക്ക് പോകുമ്പോൾ നഷ്ടമാണെങ്കിൽ നമ്മൾ കോട്ടപ്പടി വഴി തിരിച്ചു വരത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിൽ അത് ഓടിക്കും. സാധാരണയായി KSRTC ഓടുന്നത് നമുക്കറിയാം. ഹരീഷൊക്കെ അതിൻ്റെ നേതാക്കന്മാരാണ്. തെക്കുന്ന് വടക്കുന്ന് വടക്കും തെക്കോട്ടാണ് ഓടും അല്ലേ. അതായത് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട് ഭാഗത്തേക്ക് ഓടും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും. പക്ഷെ നമ്മളെ പുതിയ ലിങ്ക് ബസ്സുകൾക്ക് ഒരു മാറ്റം ഞാൻ വരുത്തിയിരിക്കുകയാണ്. കിഴക്കുന്ന് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ഓടാൻ പോകും. അതായത് ഈ മലയോര മേഖലയിൽ നിന്ന് തീരപ്രദേശത്തേക്ക് മലയോര മേഖലയിലേക്ക് ക്രോസ് ആയിട്ട് ഓടാൻ പോകുന്നത്. കേരളത്തിലെ വണ്ടികളെല്ലാം കൂടുതലും പോകുന്ന വടക്കും തെക്കോട്ടും വടക്കോട്ടും. ഈ ലിങ്ക് ബസ്സുകളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള റൂട്ടുകളാണ്. പിന്നെ ആദിവാസി മേഖലകളിൽ ബസ് കൊടുത്തതിന് അവരെന്നോട് നന്ദി പറഞ്ഞു. ആ ബസ് നോക്കിയതിന് ശേഷം, അതിൻ്റെ കളക്ഷൻ നോക്കിയതിന് ശേഷം അത് മാറ്റിക്കൊണ്ട് വേണമെങ്കിൽ ഒരു പുതിയ മിനി ബസ് വരുമ്പോൾ അത് മാറ്റി പുത്തൻ വണ്ടി, അവർക്ക് വേണ്ടി പുത്തൻ വണ്ടി കൊടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പുത്തൻ വണ്ടി വേണം. അപ്പോൾ ഇപ്പോൾ പോകുന്ന വണ്ടി കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ എന്നാലും അവിടെ പോകാൻ പുത്തൻ ബസ്, ഇപ്പോൾ ഈ കയറി വരുന്ന പോലത്തെ ലിങ്ക് ബസ്സാണ് ഒരെണ്ണം കൂടി ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞത്. ഇത് KSRTCയുടെ പുതിയൊരു സർവീസാണ്. അത് കിഴക്കുന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറുന്ന് കിഴക്കോട്ടുമാണ്. ഇവിടുന്ന് ഈ വണ്ടി കട്ടപ്പനയ്ക്കാണ് പോകുന്നത് അല്ലേ. ഇവിടുന്ന് കട്ടപ്പനയ്ക്കാണ് പോകുന്നത്. ഫാസ്റ്റ് പാസഞ്ചറാണ്. ഇത് വെച്ച് തന്നെ നമ്മൾ ഗുരുവായൂരേക്ക് ഓടിക്കും. ഇതുപോലെ വേറെ വണ്ടി വരും. ഈ വണ്ടിയല്ല, വേറെ വണ്ടി വരും. ആ വണ്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തിക്കും. കാരണം നമ്മൾ ഈ ആദ്യം പല സ്ഥലത്ത് ഓടിച്ച് നോക്കിയപ്പോൾ ഇതിന് മറ്റു വണ്ടികൾ പോലെ പൈസ കിട്ടുന്നില്ല. നമ്മൾ പുതിയ ട്രിപ്പ് തുടങ്ങുമ്പോൾ കിട്ടും. അതുകൊണ്ട് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഇട്ട് തുടങ്ങിയപ്പോൾ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പുനലൂരിൽ നിന്ന് ശിവഗിരിക്ക് അങ്ങോട്ട് വണ്ടിയില്ല. പുനലൂരിൽ നിന്ന് ശിവഗിരിക്ക് ക്രോസ് ചെയ്തെല്ലാം പ്രൈവറ്റ് ബസ്സിൻ്റെ കുത്തകയാണ്. അവിടെ പുനലൂരിൽ നിന്ന് ശിവഗിരിയിലേക്ക് നാഷണലൈസ് റൂട്ടുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകും. രാവിലെ ശിവഗിരിയിലെത്തി വർക്കല ക്ഷേത്രത്തിലും പോയതിന് ശേഷം അവിടുന്ന് ആ വണ്ടി തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൽ കയറി ക്ഷേത്രത്തിൽ ബലിയിടാൻ പോകുന്നവർക്കും ശിവഗിരി ആശ്രമത്തിൽ പോകുന്നവർക്കും ഒരു 10-10:30 മണിയോടി തിരിച്ചു കയറിയാൽ വീണ്ടും മലയോര പ്രദേശത്ത് പുനലൂർ ഭാഗത്തേക്ക്. അപ്പോൾ മലയോര മേഖല, ഇപ്പോൾ കോതമംഗലം പോലെയുള്ള മലയോര മേഖലകളിൽ നിന്ന് തീരദേശത്തേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ബസ്സിടും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു ബസ് പോകുന്നുണ്ട്. 9:40 ബസ് 9:30 ആക്കണമെന്ന് അവിടുത്തെ സ്റ്റാഫ് എല്ലാം കൂടി MLAയോടൊപ്പം എന്നെ കണ്ടു പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 9:40 പോകുന്ന വണ്ടിക്ക് നല്ല കളക്ഷനാണ്, അതിനെ എടുത്ത് മാറ്റിയാൽ കുഴപ്പമാണെന്നാണ് പറയുന്നത്. 6:40 വണ്ടി എടുത്ത് മാറ്റിയാൽ കുഴപ്പമാവുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവർ പറയുന്നത് ഞാൻ കേൾക്കാനൊക്കത്തുള്ളൂ. കാരണം നഷ്ടം ഉണ്ടാക്കിയിട്ട് വന്നാൽ അവരെന്നോട് ചോദിക്കും, ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലയോ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ മോശമല്ലേ. അതുകൊണ്ട് മറ്റൊരു ബസ് കൂടി
അതിനുവേണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു. മറ്റൊരു ബസ് കൂടി ഇടാം എന്നാണ് തീരുമാനം. ഇത്രയും ബസ്സുകൾ ഇപ്പോൾ തുടങ്ങും, ബാക്കി ബസ്സുകൾ പുറകെ തുടങ്ങും. പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ച് ഒരു വാക്കുകൂടി വരുന്ന നിവേദനത്തിൽ പറഞ്ഞത് 6:30 മണി വരെയൊക്കെ പ്രൈവറ്റ് ബസ് ഉള്ളൂ, അത് കഴിഞ്ഞാൽ KSRTC തരണം. ഇതിനാണെന്നറിയാമോ? പ്രൈവറ്റ് ബസ്സിന്റെ ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ ഇട്ട് കഴിയുമ്പോൾ പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടർക്കും വീട്ടിൽ പോകണം. അതിന് നമ്മുടെ KSRTCയുടെ വണ്ടി നട്ടത്തിൽ ഓടിക്കൊടുക്കണം. ആ പണി അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. ഇവിടെ RTO നിൽപ്പുണ്ട്. ഞാൻ ഇവിടെ വെച്ച് തന്നെ നിർദ്ദേശം എല്ലാ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കുക. നാളെ മുതൽ എല്ലാ ബസ്സുകളും രാത്രി 10 മണി വരെയാണ് പെർമിറ്റ് എടുത്തിട്ടുള്ളെങ്കിൽ അതുവരെ ഓടിയിരിക്കണം. ഞാൻ നിങ്ങളോട് കോൺഫറൻസുകളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഓടാൻ നിങ്ങൾ വിസമ്മതിച്ചാൽ, ഓടാൻ അനുവദിച്ചാൽ നിങ്ങളുടെ മേളിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യൽ സ്ക്വാഡുണ്ട്. ആ സ്ക്വാഡ് നേരെ റിപ്പോർട്ട് ചെയ്യുന്നത് മിനിസ്റ്ററോടാണ്. നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ അവർ വന്ന് പിടിക്കുമ്പോൾ വണ്ടിക്ക് ഫൈൻ കിട്ടുന്നതോടി നിങ്ങൾക്കും പണി കിട്ടും എന്നേ എനിക്ക് പറയാനുള്ളൂ. 2 കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് വണ്ടിക്ക് ഫൈൻ കിട്ടും, പെർമിറ്റ് റദ്ദാക്കും. നാളെ മുതൽ ഈ ട്രിപ്പ് കട്ടയിൽ ചെയ്യുന്നുണ്ടെന്ന് പരിശോധിക്കാൻ സ്പെഷ്യൽ സ്ക്വാഡിനെ മൂവാഞ്ചിയുടെ RTOയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ഇറങ്ങിക്കൊള്ളണം. ആ സ്പെഷ്യൽ സ്ക്വാഡ് എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ ഇറങ്ങിക്കൊള്ളുക. നിങ്ങൾ പിടിക്കുക. ഓടാത്ത വണ്ടികളെ മുഴുവൻ പെർമിറ്റ് റദ്ദാക്കാൻ വേണ്ടി അടുത്ത RTO മീറ്റിംഗിൽ വെക്കണം. എത്ര പെർമിറ്റ് റദ്ദാക്കാൻ വെച്ചു എന്ന് എന്നെ നേരിട്ട് എൻ്റെ ഓഫീസിലേക്ക് അറിയിക്കണം എന്നീ അവസരത്തിൽ പൊതുസമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ആ നിർദ്ദേശം കൃത്യമായി പാലിക്കുക. പരിശോധനയ്ക്ക് നിങ്ങളുടെ മേളിൽ, നിങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മേളിൽ പരിശോധിക്കുന്ന ഒരു ടീം വരുന്നുണ്ട്. ആ ടീം വരുമ്പോൾ ഏതെങ്കിലും വണ്ടി കട്ടയിൽ പോവുകയോ എയർ ഹോൺ ഉപയോഗിക്കുകയോ ചെയ്താൽ, എയർ ഹോൺ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട്, എയർ ഹോൺ ഉപയോഗിക്കരുത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ, പാലക്കാട് നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ തൊട്ട് പുറകിൽ കൊണ്ട് ചേർ ഹോൺ അടിക്കണം. എന്താ അഹങ്കാരം എന്ന് ആലോചിക്കണം. ഹൈക്കോടതി ജഡ്ജിന്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവച്ച് ഹോൺ അടിച്ച് കസറയാണ്. ഒടുവിൽ അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറെ വിളിച്ച് വഴക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വണ്ടികളിലെല്ലാം എയർ ഹോൺ ഇരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തൃശ്ശൂർ പാലക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ കംപ്ലീറ്റ് എയർ ഹോണും അഴിച്ച് നശിപ്പിക്കണം, ഫൈൻ അടിച്ചു കൊടുക്കണം. ഏതെങ്കിലും വണ്ടിയിൽ എയർ ഹോൺ ഇരിക്കുന്ന കണ്ടാൽ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് നടപടി. വണ്ടിക്കെതിരെ നടപടിയെടുക്കും. ആരാണോ പരിശോധിക്കാൻ വിമുഖത കാണിച്ച, പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ട ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടപടി ഉണ്ടാകും. അതൊന്നും അനുവദനീയമല്ല. നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന ഉത്തരവുകളെ കൃത്യമായി പാലിക്കണം. അത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പാലിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് അനുവദിക്കത്തില്ല. അതിൽ നിയമത്തെ അനുസരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു കാഴ്ച കാണും. മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചൊടിക്കുന്നതെന്ന് കരുതില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട MLA പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർ എഞ്ചിൻ വരുവാന്ന് അദ്ദേഹം വിചാരിച്ചേ. ഞാനും പേടിച്ചു പോയി. കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചുകൊണ്ട് റോക്കറ്റ് വന്ന് സ്പീഡിൽ അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്ന് എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോൺ അടിച്ചുകൊണ്ട്. ഇതിനകത്ത് ഇത്രയും ഹോൺ അടിക്കേണ്ട കാര്യം എന്തൊരു ബസ് സ്റ്റോപ്പല്ലേ, ബസ് സ്റ്റാൻഡിനകത്തല്ലേ? നിങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു. ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന MLA തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചു. ഇതെന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത്, എന്തെങ്കിലും ബ്രേക്ക് വല്ലതും പോയി വരികയാണോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ. ഇത്രയും ജനപ്രതിനിധികളും ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും കൂടിയിരിക്കുന്നിടത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കേണ്ടതില്ല. റോഡിൽ അപ്പോൾ എന്തായിരിക്കും? ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത്, ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാൻ പുറത്തെന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത്? അപ്പോൾ ഈ സാധാരണ പറയില്ലേ, അരി ഒരു പാത്രത്തിരിക്കുന്ന ചോറുണ്ട് എന്തോന്നറിയാൻ എല്ലാ അരിയും ഞെക്കണ്ട, 2 എണ്ണം, ഇത് 1 എണ്ണം ഞെക്കിയാൽ മതി. ഈ ഏരിയയിലെല്ലാം ഞാൻ പറയുക, പതുക്കെ ഓടിച്ചോളുക. ഓവർ സ്പീഡ് പറ്റത്തില്ല, റെക്ലെസ് ഡ്രൈവിംഗ് പറ്റത്തില്ല. അപകടകരമായ ഈ ഡ്രൈവിംഗ് മത്സര ഓട്ടത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 തവണ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അവര് ചോദ്യം ചോദിക്കാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടായിരിക്കും. അത് ഓർമ്മ വേണം. അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മത്സര ഓട്ടവും അനുവദിക്കുന്നതല്ല. രാത്രി വണ്ടി ഓടണം, മത്സര ഓട്ടം പറ്റത്തില്ല, എയർ ഹോൺ പറ്റത്തില്ല. വളരെ യാത്രയ്ക്കാണ് വണ്ടി, അല്ലാതെ ആളുകളെ പേടിപ്പിക്കാനല്ലല്ലോ. ഈ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കുന്ന യാത്രക്കാർ ജീവൻ പണയം വെച്ചല്ലേ ഇരിക്കുന്നു. KSRTCക്ക് ഇപ്പോൾ അഭിമാനത്തോടെ പറയണം, KSRTC ഇപ്പോൾ കള്ളുപിടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാറില്ല. അതുകൊണ്ട് എന്താ ലാഭം? കഴിഞ്ഞ വർഷത്തേക്കാൾ 50% KSRTCക്ക് അപകടം കുറവാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, KSRTCയിൽ കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പിച്ച് ഞാൻ പറയാം, KSRTCയിൽ പൂർണ്ണ സുരക്ഷിതത്തോടെ യാത്ര ചെയ്യാം. അത് മാത്രമല്ല, സമയത്തിന് വണ്ടി പോകും. സമയത്തിന് വണ്ടി, ഈ റോഡ് പണികളാണ്, ഹൈവേയിൽ നടക്കുന്ന റോഡ് പണികളാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം കൃത്യസമയത്ത് ഷാർപ്പ് ടൈമിൽ വണ്ടി എടുക്കുകയും, ഇപ്പോൾ ഷാർപ്പ് ടൈമിലൊക്കെ ഒരു വണ്ടി എടുക്കുന്നു. പക്ഷേ വഴിയിൽ പോയി കഴിഞ്ഞാൽ, ഈ റോഡ് പണി ചാലക്കുടിക്ക് പോയി കഴിഞ്ഞാൽ തീർന്നു. അവിടെ നമ്മൾ പോയ കുടുങ്ങി. ഡ്രൈവർ എപ്പോഴെത്തി എന്ന് ദൈവം തമ്പുരാന് മാത്രമേ പറ്റാം. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവർ കൃത്യസമയത്ത് വണ്ടി എത്തിക്കും, അത് കൃത്യമായി ഓടിക്കുകയും. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 4000-ഓളം വണ്ടി ഓടുന്ന KSRTCയിൽ ഒരു ദിവസം 100 വണ്ടി, ടയർ പഞ്ചർ അടക്കം 100 വണ്ടി
വഴിയിൽ കിടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ കണക്ക്. അടുത്ത നമ്മുടെ ലക്ഷ്യം ഒരു 3 മാസത്തിനുള്ളിൽ വഴി കിടക്കുന്ന വണ്ടിയുടെ എണ്ണം 25ലേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് KSRTC എഞ്ചിനീയർമാരും മറ്റ് ബന്ധപ്പെട്ടവരും CMD മനസ്സിൽ വെച്ച് നീങ്ങണം. 25 വണ്ടിയിൽ കൂടുതൽ ഈ സംസ്ഥാനത്ത് ഒരു കാരണവശാലും വഴി കിടക്കാൻ പാടില്ല. എല്ലാം കണ്ടീഷൻ ആയിരിക്കണം. 25 വയ്ക്കുന്ന ടയർ പഞ്ചറായാലും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊഴിച്ചുള്ള ഒരു മെക്കാനിക്കൽ ഡിഫക്റ്റിലും വണ്ടി വഴി കിടക്കാൻ പാടില്ല. KSRTC വണ്ടി കയറി അത് വഴി കിടക്കുന്നുള്ള ചിന്ത ഇനി ഉണ്ടാവരുത്. ഇപ്പോഴത്തെ കണക്ക് ഞാൻ തുറന്നങ്ങ് പറയാണ്. 10,000 വണ്ടി ഓടുന്നിടത്ത് 100ഓളം വണ്ടി സംസ്ഥാനത്ത് വീഴുന്നുണ്ട്, വഴിയിൽ വീഴുന്നുണ്ട്. അത് ടയർ പഞ്ചറാകുന്നുണ്ട്, വേറെ പല കാര്യങ്ങളുണ്ട്. ആ ടയർ പഞ്ചറാകുന്നത് ഞാനങ്ങ് വിടുന്നു. അതാണ് 25 എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളത് മെക്കാനിക്കൽ ഡിഫക്റ്റിൽ ഇനി വണ്ടി കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. പുതിയ വാഹനങ്ങൾ വരുന്നു, പുതിയ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ ഫാസ്റ്റുകളും എല്ലാം ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പിടിക്കുകയാണ്. അതിനെല്ലാം കണ്ടീഷനാക്കി വീണ്ടും പുറത്തിറക്കാൻ പോവുകയാണ്. അതിനെല്ലാം കണ്ടീഷനായി പുറത്തിറക്കും. ഒരു 300 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെയാണ്. എങ്കിലും ഞാൻ ഇവിടെ വെച്ച് ഈ വണ്ടികൾ പ്രഖ്യാപിക്കുന്നു. ബഹുമാനപ്പെട്ട MLA പിന്നീട് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാണിച്ച് കൊടുത്താന്ന് പറയരുത്. നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ 4 വണ്ടി ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 10 നവംബർ 10 ആ വണ്ടി വരത്തുള്ളൂ. കാരണം ബോഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി, പുതിയ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ അത് ഉദ്ഘാടന സമയത്ത് അതിൻ്റെ പേരിൽ ആരും അലമ്പുണ്ടാക്കരുത് എല്ലാ പാർട്ടി നേതാക്കളോടും ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതിവിടെ വെച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ബാക്കി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് MLA ചെയ്തോളും. പിന്നെ ഇത് പുതിയ വണ്ടിയാണ്, ഇലക്ഷൻ പ്രമാണിച്ച് തന്നാണെന്ന് പറയരുത്. ഇലക്ഷൻ പ്രമാണിച്ച് തന്നതല്ല. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും MLAയുടെയും ഒക്കെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ വണ്ടികൾ തരുന്നത്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിന് ബന്ധമൊന്നുമില്ല. ഇതിനെ തടസ്സപ്പെടുത്തരുത്. KSRTCയുടെ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. KSRTC സംസ്ഥാനത്ത് 327 പുതിയ സർവീസുകൾ തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള ഡ്രൈവർമാരും കണ്ടക്ടർമാരെയൊക്കെ നമ്മൾ ബദലിയൊക്കെ റെഡിയാക്കുകയാണ്. 327 സർവീസുകൾ തുടങ്ങുമ്പോൾ 60 ലക്ഷം രൂപ ഒരു ദിവസം വരുമാനം വർദ്ധിക്കും എന്നാണ് കണക്കാക്കുന്നത്. അതിൽ 24 ലക്ഷം രൂപ ലാഭമായിരിക്കും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് പറയുന്ന കണക്കിൽ നിന്നും KSRTC ഇപ്പോൾ 7.5 കോടി രൂപ 7.60 ശരാശരി കിട്ടുന്നിടത്തുനിന്ന് ഒരു 8ന് മുകളിലേക്ക് കയറും. 8.40 ശരാശരി വർദ്ധിക്കുമ്പോൾ KSRTC ഒരു ദിവസം നഷ്ടവും ലാഭവും ഇല്ലാതെ പോകുന്നത് കാണാൻ പറ്റും. 9.41 കിട്ടുമ്പോൾ ലാഭത്തിലാണ്. പക്ഷേ നമ്മുടെ കടം എന്ന് പറയുന്നത് KSRTC ഇതുവരെയുള്ള കടം 2,700 കോടി രൂപയാണ്. 2,700 കോടി രൂപയ്ക്ക് ഒരു ദിവസം KSRTC 1,19 ലക്ഷം രൂപ മുതലും പലിശ അടങ്ങുന്നു. ഇതെല്ലാം KSRTC സഹിക്കണം. സർക്കാർ എല്ലാ മാസവും 50 കോടി രൂപ നൽകുന്നുണ്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടി. അങ്ങനെ KSRTC ഒരു ഞാണിന്മേൽ കളിയാണ്. പക്ഷേ KSRTC ജീവനക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും KSRTCയുള്ള സ്നേഹവും ആത്മാർത്ഥതയും KSRTCയെ ഉയർത്തും എന്നതിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. നമ്മൾ ആ ഉയർച്ചയുടെ ഭാഗമാണ് ഈ മന്ദിരം. ഇതുപോലുള്ള അനേകം മന്ദിരങ്ങൾ. കായംകുളത്തെ മന്ദിരം പണിയാൻ പോകുന്ന മന്ദിരം കണ്ടാൽ ഒരു കടലിൽ കൂടെ പോയി കപ്പൽ കരയിൽ കിടക്കുമെന്ന് അത്ര മനോഹരമാണ്. ഈ പണിയുന്ന ബസ് സ്റ്റേഷനുകളെല്ലാം എയർപോർട്ടിൻ്റെ നിലവാരമുള്ള ബസ് സ്റ്റേഷനുകളായിരിക്കും. കൊട്ടാരക്കരയിലും കൊല്ലത്തും കായംകുളത്തും ചെങ്ങന്നൂരും ചങ്ങനാശ്ശേരിയിലും എല്ലാം പണിയുന്ന ബസ് സ്റ്റേഷൻ്റെ പടങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണാം. അതുകൊണ്ട് ആ വണ്ടി ഒന്ന് നോക്കിക്കൊണ്ടേ. നല്ല സ്പീഡാണ്. സെൻറ്റ് മേരീസ് നല്ല ഇതിനകത്ത് ഇത്രയും സ്പീഡിൽ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒന്ന് നോക്കിക്കൊണ്ടേ. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഇത്രയും സ്പീഡിൽ ഇതിനകത്ത് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനം മുനിസിപ്പാലിറ്റി ഉണ്ടാക്കണം. ഇത്രയും സ്പീഡിൽ ഇതിനകത്ത് ഓടാൻ പാടില്ല. ഇത് തെറ്റാണ് കാണിക്കുന്നത്. വളരെ മോശമാണ്. ഇത്തരം ഡ്രൈവർമാരെ ലൈസൻസ് കൂടെ എന്നെ സസ്പെൻഡ് ചെയ്തേക്കണം. അവരെന്ന് എടപ്പാടി പോയി പഠിച്ചിട്ടൊക്കെ വരട്ടെ. നന്നായിട്ട് പഠിച്ചിട്ട് വരട്ടെ വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനെ ഈ റെക്ലെസ് ആയിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ ബസ് ഓടിക്കാൻ പാടില്ല. അത് വളരെ അപകടം. ഞാൻ ഇതിലൂടെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയാണ്. വളരെ അപകടകരമായ പോക്കാണ്. ഈ ഒരു ബസ് സ്റ്റേഷനുള്ളിൽ ചെറിയ വഴിക്കുള്ളിൽ ഇത്രയും സ്പീഡിൽ വണ്ടി പോകേണ്ട കാര്യമില്ല. അപ്പം പുറത്തേക്ക് എന്ത് സ്പീഡായിരിക്കും എന്ന് കണക്കാക്കുക. ഡ്രൈവർമാരെ ലൈസൻസ് 2 റദ്ദാക്കുമ്പോൾ അത് പഠിച്ചോളൂ. അതിൻ്റെ കുറേ നടന്നിട്ട് പിന്നെ നന്നായിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് അവർ വരും. ബഹുമാനപ്പെട്ട MLAയോട് ഒരു അഭ്യർത്ഥനയാണ് KSRTC ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കമ്പ്യൂട്ടറൈസേഷന് വേണ്ടി അങ്ങ് ഒരു 7 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തിട്ടുണ്ടല്ലേ. അദ്ദേഹം കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കമ്പ്യൂട്ടറൈസേഷൻ വരണം. കാരണം എല്ലാ MLAമാരും കൊടുത്തു. കാരണം 27-28 സ്ഥലങ്ങളിൽ MLAമാരെ ഫണ്ട് ഉപയോഗിച്ച് പത്തനാപുരം അടക്കം ഈ ഓഫീസായിട്ട് മാറിയിട്ടുണ്ട്. അതായത് അപ്പോൾ എല്ലാ ഫയലുകളും വളരെ വേഗത്തിലായിരിക്കും. പെൻഷൻ ഫയലൊന്നും ഇനി ഇവിടെ വെക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു പെൻഷൻ പറ്റുന്ന ആളിൻ്റെ ഫയൽ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി എടുത്ത് പരിശോധിച്ച് അതിനാവശ്യമായ പേപ്പറുകൾ അവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉടൻ തിരുവനന്തപുരത്തേക്ക് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ജീവനക്കാരുടെ ഫയലുകളൊന്നും തന്നെ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ജീവനക്കാർക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഈ ഡിപ്പോകളിൽ ടിക്കറ്റ് ആൻഡ് ക്യാഷ് ഒഴിച്ച് ബാക്കി എല്ലാ ജോലികളും കുറയ്ക്കുകയാണ്. ഈ മിനിസ്ട്രിയൽ സ്റ്റാഫിൻ്റെ ജോലികൾ പരമാവധി കുറയ്ക്കുകയാണ്. കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വഴിയായി ഇപ്പോൾ അത് കാർഡിലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ചില്ലറയില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടി KSRTC ഏർപ്പെടുത്തിയ ട്രാവൽ കാർഡ് ഏറ്റവും വലിയ സക്സസ് ആയി മാറുകയും 5 ലക്ഷം ട്രാവൽ കാർഡുകളാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇതുവരെ വന്ന 1.25 ലക്ഷത്തിലധികം ട്രാവൽ കാർഡ് ഓൾറെഡി വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. വന്നുകൊണ്ടേയിരിക്കുകയാണ്. 5 ലക്ഷം ട്രാവൽ കാർഡ് വരും. അതോടൊപ്പം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ക്യാൻസർ പേഷ്യൻസിനുള്ള യാത്രാ സൗകര്യം. അത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അത് പാസുകൾ കൊടുത്തു തുടങ്ങും. അതും ഹൈടെക് ആയിരിക്കും.
ആരും തന്നെ അതിനുവേണ്ടി ഒരു അസുഖമുള്ള ആളുകളും അവരെ ക്യാൻസർ രോഗികൾ എന്ന് പറയുന്നില്ല. ഞങ്ങൾ കൊടുക്കുന്നത് ഒരു വിഷസ് എഴുതിയൊരു കാർഡാണ്. ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ഈ കാർഡിന്റെ പേര്. ഹാപ്പി ലോങ് ലൈഫ് എന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോൾ പാസ് എന്നല്ല, ഹാപ്പി ലോങ് ലൈഫ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് കാർഡ് കൊടുക്കാൻ പോകുന്നത്. മനോഹരമായ കാർഡായിരിക്കും. അത് ഇന്ന് MD ആയിട്ട് സംസാരിച്ചു. ഫോട്ടോ പതിച്ച കാർഡായിരിക്കും. അത് ഡിജിറ്റലായിരിക്കും. നിങ്ങൾക്ക് അക്ഷയ സെന്റർ വരെ സംസാരിക്കണം. പണം വാങ്ങാൻ പാടില്ല, കാരണം നമ്മൾ പണം വാങ്ങുന്നില്ല. അക്ഷയ സെന്റർ ഫ്രീ ആയിട്ട് ചെയ്യണം. ഈ മൊബൈൽ വഴി നിങ്ങൾക്ക് ഈ പേഷ്യൻറ്റിന് അപേക്ഷിക്കാം. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണമെന്ന് KSRTCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ആ ഒരു ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഫില്ല് ചെയ്യേണ്ടി വരും. അതായത് ഈ പേഷ്യൻ്റ് ഇപ്പോൾ എവിടെ താമസിക്കുന്നു, കോതമംഗലത്താണോ അല്ലെങ്കിൽ മൂവാറ്റുപുഴയിലാണോ, എവിടെയാണ് താമസിക്കുന്നുള്ളവരെ ഡോക്ടർ പറയണം. അവിടെ നിന്ന് അദ്ദേഹം ചികിത്സിക്കപ്പെടുന്ന ആശുപത്രി വരെയാണ് കൺസെഷൻ. അതിൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ റിസർവേഷൻ അനുവദിക്കുന്നവർക്ക് റിസർവേഷനും ഫീസ് കൊടുക്കേണ്ടതില്ല. കൂടെ വരുന്ന ആളിന് റിസർവ് ചെയ്യാം, പക്ഷെ അതിന് ഫീസ് കൊടുക്കണം, ടിക്കറ്റിന് പൈസ എടുക്കണം. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നവരെ നമ്മൾ കാണുന്നത് ഈ RCC പോലുള്ള സ്ഥലങ്ങളിൽ പോകും. അവിടെ ചികിത്സയ്ക്ക് വരുന്നവർ ഏറ്റവും പാവപ്പെട്ടവർ. അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഭക്ഷണം നൽകുന്നു, താമസിക്കാൻ സൗകര്യം നൽകുന്നുണ്ട്, CH ഫൗണ്ടേഷൻ അടക്കമുള്ള താമസ സൗകര്യങ്ങളുണ്ട്. അതിനുവേണ്ടി അവർ അനുഭവിക്കുന്ന, പണമില്ലാത്ത പാവങ്ങൾ അനുഭവിക്കുന്ന, ഒരു വീട്ടിലൊരു ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രോഗബാധിതൻ ഉണ്ടായി എന്ന് മാത്രമല്ല, ആ വീടിൻ്റെ സർവ്വതും തകരുകയാണ്. ആ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും മാറി. ആ വീട്ടിലെ സാമ്പത്തിക സാഹചര്യം തകർന്നടിയും. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. അത് നമ്മൾ വിചാരിക്കുന്നതാണ്. ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്, ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആ വീട് അനുഭവിച്ചവർക്കറിയാം, ആ വീടങ്ങ് ശിഥിലമാകും, സാമ്പത്തികമായി അവർ തകരും. ഏറ്റവും ഈ ഗവൺമെൻറ് ഈ ഒരു പ്രഖ്യാപനം നടത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സർക്കാർ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ്. കാരണം അവർക്ക് അത്രയെങ്കിലും ഒരു ആശ്വാസം, ഒരു ചെറിയ ആശ്വാസം, ആ ആശ്വാസത്തിലെ കൊടുക്കുന്ന കാർഡിൻ്റെ പുറത്ത് ഒരിക്കലും ക്യാൻസർ എന്ന വാക്ക് എഴുതാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഒരു പേഷ്യൻ്റ് എന്ന് എഴുതുന്നില്ല, ആ കാർഡിൻ്റെ പേരും ആ കാർഡുമായി ബന്ധപ്പെട്ട് ലോക്കൽ ബസ്സുകളിൽ 2 സീറ്റ് റിസർവ് ചെയ്യും. ആ റിസർവ് ചെയ്യുന്ന സീറ്റിൽ മറ്റുള്ളവർക്ക് ഇരിക്കാം. പക്ഷേ ഈ പറയുന്ന ഹാപ്പി ലോങ് ലൈഫ് കാർഡുമായി വരുന്ന ഒരു വ്യക്തി വരുമ്പോൾ, കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ സന്തോഷത്തോടെ മാറിക്കൊടുക്കും. ബലം പ്രയോഗിക്കാനും വർത്താനം പറയാൻ നിൽക്കരുത്, സന്തോഷത്തോടെ മാറി കൊടുക്കണം. 2 പേരല്ല 3 പേര് വന്നാൽ ആ സീറ്റ് കൂടി നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. അതാണ് മനുഷ്യന്റെ നന്മ. ഇത് മാത്രമല്ല, ഞാൻ KSRTC ജീവനക്കാരോട് ഒരു ആഹ്വാനം, സ്നേഹത്തിന്റെ പുറത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും പറയുന്നു, ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഈ കാർഡ് അടിച്ച് കോതമംഗലം അടക്കമുള്ള ബസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് കൊറിയർ വഴി, KSRTC കൊറിയർ വഴി എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ അഡ്രസ്സ് നോക്കിയിട്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് ഈ സഹോദരി വീട്ടിലെത്തി ഈ കാർഡ് അവർക്ക് കൈമാറിയിട്ട് പോകണം എന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആരും ഒരു പൈസയും തരണ്ട. വീട്ടിൽ KSRTC ജീവനക്കാർ സ്നേഹത്തോടെ അവരുടെ ഒരു സ്നേഹത്തിന്റെ ഒരു സർവീസായി വീടുകൾ എത്തിച്ചു കൊടുക്കും. എത്തിക്കില്ലേ? KSRTC ജീവനക്കാരെന്ന് പറയുന്നു, എത്തിക്കില്ലേ? എനിക്ക് അവരെ അറിയാം, അവരെത്തിക്കും. കാരണം ബസ്സിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ഥലത്തായിരിക്കും ഇത് പ്രിന്റ് ചെയ്ത് ഫോട്ടോ കൂടി ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് പ്രിന്റ് ചെയ്യും. അവിടെ നിന്ന് പ്രിന്റ് ചെയ്താൽ നേരെ തൊട്ടടുത്ത ദിവസം കൊറിയറിലെത്തും. കൊറിയറിൽ എത്തിക്കഴിഞ്ഞാൽ അത് വാങ്ങിയെടുത്ത് നിങ്ങൾ പോകുന്ന വഴിക്ക്, നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ബൈക്കിലോ ഓട്ടോയിലോ കാറിലോ നടന്ന് പോകുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക്, ഇന്ന വീട് ഞാൻ പോകുന്ന വഴിക്കാണ്, അവിടെ ഇറങ്ങി അവർക്കത് കൊടുത്ത് കൈപ്പറ്റിയിരിക്കുന്നു എന്നൊരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്നാൽ മതി. അത് നമ്മൾ ചെയ്യും. ഇത് അതിനു വേണ്ടിയൊന്നും അവരെ ബസ് സ്റ്റേഷനുകൾ കയറ്റി ഇറക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നത്. അവരവരെ ഡോക്ടറെ എടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങും, ഫോട്ടോ ഒട്ടിച്ച ഒരു സർട്ടിഫിക്കറ്റിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം KSRTCയുടെ സൈറ്റിൽ നമ്മൾ വിതരണം ചെയ്യും. എന്നിട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ അക്ഷയമായി സംസാരിക്കാൻ CMD ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പരിപൂർണമായി സൗജന്യമായി അക്ഷയ ചെയ്തു കൊടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ കൊടുക്കൂ. അല്ലാത്ത പക്ഷം മൊബൈലിൽ തന്നെ ചെയ്യാമല്ലോ. ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ചോദിച്ചാൽ സുഖമായിട്ട് ചെയ്തു തരും. ചെറുപ്പക്കാർ പിള്ളേർക്ക് നന്നായിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും. ഈ സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്യുക, ഫോട്ടോയും ബാക്കി കാര്യങ്ങൾ സാധനം വീട്ടിലെത്തും. ഇത് ഏറ്റവും വലിയ ഒരു സേവനമായി നമ്മൾ കാണണം. ഇതൊരു വലിയ KSRTCയുടെ വളർച്ചയ്ക്കൊപ്പം KSRTC ജനങ്ങൾക്കൊപ്പം, ജനങ്ങൾ KSRTC ഒപ്പം നിൽക്കുമ്പോൾ KSRTC ജനങ്ങൾക്കൊപ്പം, സർക്കാർ KSRTC ജനങ്ങൾക്കൊപ്പം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഏറ്റവും പാവപ്പെട്ടവരെ, നമുക്കറിയാം, കാറുള്ളവർ കാറിൽ പോകും, പിന്നെ ടാക്സി പിടിച്ച് ബന്ധുക്കൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ അതിൽ കയറി റേഡിയേഷനും കീമോയ്ക്കും പോകും. പൈസ പിന്നെ ട്രെയിനിൽ പോകുന്നവരുണ്ട്. അത് എല്ലാം കഴിഞ്ഞ് ആരാണ് ഈ ബസ്സിൽ പോകുന്നത്? ഏറ്റവും പാവപ്പെട്ടവർ, ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരാണ്, സാധാരണക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആനുകൂല്യം. ഇത് KSRTCയിൽ ജീവനക്കാരും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ വഴി കിടക്കുന്ന തേങ്ങയെടുത്ത് പാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു, എല്ലാ പിന്നെ സ്ത്രീകൾക്കും പാസ്, അതൊക്കെ വോട്ട് പിടിക്കാനുള്ള പരിപാടി. ഇത് വോട്ട് പിടിക്കാനല്ല, ഇത് സ്നേഹമാണ് മാത്രം. ഇത് പരിചരണമാണ്, സ്നേഹമാണ്, കരുതലാണ്, സർക്കാരിൻ്റെ കരുതലാണ്. അല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആക്കിയിരിക്കുന്നു, വോട്ട് ചെയ്തോ, അതല്ല ഉദ്ദേശിച്ചത്. ഇത് കാരുണ്യമാണ്, ഇത് സ്നേഹമാണ്, ഇത് കരുതലാണ്.
സർക്കാരിൻ്റെ കരുതലാണ്. ആ കരുതലാണ് ഈ സമ്മാനം തരുന്നത്. ഇത് അവർക്കൊരു ആശ്വാസമാണ്. കൈ കിട്ടുന്ന കാർഡ് പോലെ ഒരു ആശ്വാസമായിരിക്കും. ക്യാൻസർ ഫ്രീ കാർഡ് അങ്ങനെയൊന്നും അല്ല. ഹാപ്പി ലോങ് ലൈഫാണ്. അതായത് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. ആയുഷ്മാൻ ഭവ എന്നാണ് പറയുന്നത്. ആയുസ്സോടുകൂടി ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ കാർഡിൻ്റെ പുറത്ത് വരുന്നത്. മനോഹരമായ കാർഡായിരിക്കും, ആശ്വാസം നൽകും. നമ്മളത് വളരെ ഓരോ രോഗികൾ ഈ കാർഡ് കൊടുക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ ഇല്ലാതാകട്ടെ. നമ്മുടെ ഇന്നഫിഷ്യൻസി കൊണ്ടല്ല, രോഗികൾ ഇല്ലാതായിക്കൊണ്ട് ഈ കാർഡ് കൊടുക്കുന്നവർ കേരളത്തിൽ ഇല്ലാതാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവിധ നന്മകളും നേരുന്നു. ഇത്ര മനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ നിർമ്മിച്ച് പൂർത്തിയാക്കിയ എല്ലാവർക്കും, എഞ്ചിനീയർമാർക്ക്, കോൺട്രാക്ടർക്ക്, അതിനുവേണ്ടി പണം അനുവദിച്ച, ഏറ്റവും പ്രധാനമായി പണം അനുവദിച്ച MLA, അതിനോട് സഹകരിച്ച നാട്ടുകാർ, ഇതിനെ ഇന്ന് മനോഹരമാക്കി ഇത്ര വൃത്തിയായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ മുൻകൈ എടുത്ത KSRTC ജീവനക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. കാരണം എന്താ പറയുക, ഇതേ ആളുകൾ വരും. നമ്മൾ കാണുമ്പോൾ ഈ വൃത്തിയിടാക്കി കളഞ്ഞല്ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്പോൺസർഷിപ്പ് തന്ന വ്യക്തികളെ ഞാൻ ഒരിക്കലും മറക്കില്ല. ലയൺസ് ക്ലബ്ബ് ആണ് ഈ ലേഡീസ് വെയിറ്റിംഗ് റൂം ചെയ്തു തന്നത്. ആരൊക്കെയാണ് സ്പോൺസർമാർ? ലിസ്റ്റ് ഉണ്ട്. ഇവിടെ ഉണ്ടോ സ്പോൺസർ നൽകിയത്? ഞാൻ അവരുടെ എല്ലാം പേരൊന്ന് വായിക്കാം. നന്ദിയോടെ ഒരു മന്ത്രി എന്ന നിലയിൽ ഇത്രയും സ്പോൺസർഷിപ്പ് തന്ന് ഞങ്ങളെ സഹായിച്ച വ്യക്തികളാണ്. ഒന്ന് മാർത്തോമ്മ ചെറിയപള്ളി കോതമംഗലം. 10 സെന്റ് സ്ഥലം 1978 നൽകിയിടം തൊട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ സ്പോൺസർഷിപ്പ്. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗ്രേറ്റർ കോതമംഗലം, ലയൺസ് ക്ലബ്ബ് കോതമംഗലം ഈസ്റ്റ്, ശ്രീധരിയം ആയുർവേദ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് CSR ഫണ്ട് ഉപയോഗിച്ച് ശീതീകരിച്ച വിശ്രമമുറി 2.5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചു തന്നവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സെൻഹ ലൈഫ് സ്റ്റൈൽ 1.5 ലക്ഷം രൂപയുടെ ഫർണിച്ചറുകൾ തന്നു, അവരോട് നന്ദി പറയുന്നു. മാർ ബേസിൽ ഹൈസ്കൂൾ കോതമംഗലം ഔഷധത്തോട്ടം നിർമ്മിച്ച് നൽകിയ ആ സ്കൂളിനോടും കുട്ടികളോടും ഞാൻ നന്ദി പറയുന്നു. MBITC എഞ്ചിനീയറിംഗ് കോളേജ് കോതമംഗലം, ബ്രേക്ക് ഡൗൺ വാനിൽ ന്യൂമാറ്റിക് ഗൺ ഹരിതവൽക്കരണം, ഇതിനെല്ലാം സഹായിച്ച അവരോട് നന്ദി പറയുന്നു. റോട്ടറി ക്ലബ്ബ് കോതമംഗലം ടെർമിനലിൻ്റെ പൂന്തോട്ടം ഹരിതവൽക്കരിച്ചതിന് നന്ദി പറയുന്നു. വൈസ്മെൻ ക്ലബ്ബ് കോതമംഗലം സ്റ്റാൻഡിന് 6500 രൂപയുടെ ക്ലീനിങ് കിറ്റ് നൽകി. അതുപോലെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കോതമംഗലം സ്മാർട്ട് TV ഒരെണ്ണം. ഇൻഫർമേഷൻ സിസ്റ്റം സ്മാർട്ട് TV എന്ന ഒരെണ്ണം വെച്ചേക്കുന്നത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും മുറി വയ്ക്കാനല്ല, ബാക്കിയുള്ള TV കൂടി വാങ്ങിച്ചു തരാമെന്ന് ബഹുമാനപ്പെട്ട MLA സമ്മതിച്ചിട്ടുണ്ട്. സ്പോൺസർമാരുണ്ടെന്നാണ് പറഞ്ഞത്. സെയിൻറ്റ് അഗസ്റ്റിൻ ഗേൾ ഹയർ സെക്കൻഡറി സ്കൂൾ കോതമംഗലം, അഗസ്റ്റിൻ ബ്ലൂ പൂന്തോട്ടം പദ്ധതി, അതുപോലെ ടെർമിനൽ കെയർ കോതമംഗലം ഹരിതവൽക്കരണ ഫലവൃക്ഷം നടൽ, ശ്രീ തെക്കിനി കൃപ ആയുർവേദ ഹോസ്പിറ്റൽ ഹരിതവൽക്കരണം ഔഷധത്തോട്ടം, ഫർണിച്ചർ അസോസിയേഷൻ കോതമംഗലം ഏരിയ ഫർണിച്ചർ, പെരുമ്പാവൂർ KSRTC എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വക വാട്ടർ പ്യൂരിഫയർ, പുത്തുവഴി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഫർണിച്ചർ, മാർ അത്തനോഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം ഹരിതവൽക്കരണം, KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കോതമംഗലം യൂണിറ്റിൻ്റെ ഘടികാരം, ഗവൺമെൻറ് UP സ്കൂൾ കോതമംഗലം ഹരിതവൽക്കരണം, നിധി ഫൈനാൻസ് കോതമംഗലം 6500 രൂപ വില വരുന്ന ഘടികാരം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോതമംഗലം, സോണി സ്മാർട്ട് TV, KCB കോതമംഗലം മിനി കോൺഫറൻസ് ഹാളിലേക്കുള്ള എയർ കണ്ടീഷൻ, ചിക്പിക് ഹോട്ടൽ തങ്ങളെ ഫർണിച്ചർ, ശ്രീ FJM ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പാടി ഹരിതവൽക്കരണം,